ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഛത്തീസ്ഗഡിൽ അന്യായമായി തുറങ്കലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ബിലാസ്പൂരിലെ NIA കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ആലോചന. പക്ഷേ ഹൈക്കോടതിയുടെ ഇനി ആ ജാമ്യാപേക്ഷ സമർപ്പിച്ച് അത് പരിഗണിക്കണമെങ്കിൽ തിങ്കളാഴ്ച വരെയാകും. അപ്പോൾ ഇനി വരുന്ന 3 ദിവസങ്ങൾ കാത്തിരിക്കാനില്ല എന്നുള്ളത് കൊണ്ടാണ് ബിലാസ്പൂരിലെ NIA കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിക്കുന്നത്. ഇപ്പോൾ ബിലാസ്പൂരിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്നോ നാളെയോ ആ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അഥവാ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ അതല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളുകയോ ചെയ്താൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. സിബി ജോസഫ് ഛത്തീസ്ഗഡിൽ നിന്ന് ചേരുന്നുണ്ട്. സിബി, ബിലാസ്പൂരിലെ NIA കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ. ഏതായാലും ഇന്നോ നാളെയോ ആ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? വിനീഷ, NIA കോടതിയിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. ഈ ജാമ്യാപേക്ഷ ഇന്ന് തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചിരുന്നു NIA കോടതിയിലാണ് ആ ജാമ്യാപേക്ഷ നൽകാൻ പോകുന്നതെന്ന് ഇന്ന് രാവിലെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വൈദികര സംഘം ഉൾപ്പെടെ എല്ലാ നിലയും അവിടെ എത്തിയിട്ടിരുന്നു. വൈദിക സമൂഹത്തിന്റെ എല്ലാ നിലയും പ്രത്യേകമായ പ്രതിനിധികൾ ബിലാസ്പൂരിലെ അവിടെ ഹൈക്കോടതി വളപ്പിലെത്തിയിരുന്നു. ഈ ഹൈക്കോടതി വളപ്പിൽ തന്നെയാണ് ഈ NIA കോടതി ഉള്ളത്. ഇന്നിപ്പോൾ രാവിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പോലീസിനോട് കേസ് ഡയറി അടക്കമല്ല തന്നെയും പോലീസിന്റെ കേസ് ഡയറി അടക്കം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ലഭ്യമാക്കുന്ന രീതിയിൽ സഹകരിക്കാമെന്നൊക്കെ പോലീസും ഇവരോട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജാമ്യാപേക്ഷ ഇന്നോ നാളെയോ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ക്രൈസ്തവ സമൂഹം ഇവിടെ ഉള്ളത്. ക്രൈസ്തവരുടെ നിരവധി പ്രതിനിധികൾ CBCയുടെയും മറ്റും ഇവിടെ സഭയുടെ എല്ലാത്തിനെയും പ്രതിനിധികൾ ഇന്ന് രാവിലെ ഇവിടെ റായ്പൂരിൽ യോഗം ചേർന്നിരുന്നു. അതിനുശേഷം അഭിഭാഷകരോടൊപ്പം ഇന്ന് രാവിലെ തന്നെ പോയി ഇവിടെ നിന്ന് ഏകദേശം ഒരു റായ്പൂരിൽ നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റർ അധികം ദൂരമുണ്ട് ഈ ബിലാസ്പൂർ എന്ന് പറയുന്നത്. ആ ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇവരുടെ ഈ ക്രൈസ്തവ സമൂഹത്തിന്റെയൊക്കെ ഒരു സഭയുടെ ഒരു പ്രതിനിധികളടക്കം അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കോടതി നടപടികൾ ഏറെ നിർണായകമാണ്. അതിലെന്താണ് ഈ കോടതി പറയാൻ പോവുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ഏറെ പ്രതീക്ഷയുണ്ട്. ഈ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്, അവിടെ പ്രോസിക്യൂഷന്റെ വാദം എന്താണ്, അവർ എതിർക്കുമോ, ഇനി കേസ് ഡയറിയോ മറ്റും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നൽകുമോ, അതോ അവിടുത്തെ കാലതാമസം ഉണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളത് ഏറെ നിർണായകമാണ്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ ഇന്നിപ്പോൾ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട്. കോടതി നടപടികൾ തന്നെയാണ് നിർണായകമാകുന്നത്. സിബി, ഏതായാലും നാളെ ശനിയാഴ്ചയാണ്. നാളെ കോടതി പ്രവർത്തിക്കുമല്ലോ അല്ലേ? കാരണം ഏതെങ്കിലും തരത്തിൽ കോടതി എന്തെങ്കിലും റിപ്പോർട്ട്, കേസ് ഡയറി അടക്കമുള്ള എന്തെങ്കിലും റിപ്പോർട്ടുകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയോ എത്തിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഒരു സമയം എടുത്ത് ഇത് വീണ്ടും വൈകിപ്പിക്കാനുള്ള, ജാമ്യം നൽകുന്നത് വീണ്ടും വൈകിപ്പിക്കാനുള്ള ഒരു സമയമായി ഇതിനെ മാറ്റിയെടുക്കില്ലല്ലോ അല്ലേ? ഇവിടെ ഒരു പ്രതീക്ഷയുള്ളത്, ഇന്നിപ്പോൾ ഈ ഹർജി ലിസ്റ്റ് വൈകിട്ട് ലിസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ നാളെ ലിസ്റ്റ് ചെയ്താലും നാളെ കോടതിയുണ്ട്, ശനിയാഴ്ച കൂടി കോടതിയുണ്ട്. ഈ NIA കോടതിയും ജില്ലാ കോടതിയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ NIA കോടതി തന്നെ പോകാൻ തീരുമാനിച്ചത്. ഹൈക്കോടതി ആണെങ്കിൽ അത് ഈ തിങ്കളാഴ്ചയേ ഉള്ളൂ. ഇന്ന് ദിവസം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ഉള്ളൂ. ശനി 2 ദിവസം അവധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമപരമായ ഒരു സഹായം എത്രയും നേരത്തെ തന്നെ ലഭ്യമായി ഈ കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം ലഭിക്കുന്ന രീതിയിൽ ഈ NIA കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നാളെയും NIA കോടതി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കോടതിയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും കേസ് ഡയറി ഹാജരാക്കുക അടക്കമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ അതിൽ വലിയ കാലതാമസം ഇല്ലാതെ തന്നെ ഈ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു വാദവും അവർ ജാമ്യാപേക്ഷ എതിർക്കാതെ ജാമ്യം നൽകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ ജാമ്യത്തെ എതിർക്കാത്ത ഒരു ഘട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ജയിൽ മോചനം സാധ്യമാകും. ഇന്നിപ്പോൾ 8 ദിവസമായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ 2 കന്യാസ്ത്രീമാരെയും മനുഷ്യക്കടത്തും മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ഈ ജയിലിൽ അടച്ചത്. ഇന്നിപ്പോൾ 8 ദിവസം, 8ാം ദിവസമാണ് ഈ 2 കന്യാസ്ത്രീകൾ ഈ ജയിലിൽ കിടക്കുന്നത്. ആ കന്യാസ്ത്രീമാരുടെ മോചനം ഇന്ന് സാധ്യമാകും. അങ്ങനെയെങ്കിൽ എന്തായാലും ഏറെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് ഇവിടെയുള്ള ക്രൈസ്തവ സംഘടനകളെല്ലാം.
ശരി, CBC ജോസഫാണ് ഛത്തീസ്ഗഡിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ബിലാസ്പൂരിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് കന്യാസ്ത്രീകൾക്കായി അഭിഭാഷകർ. ഇന്ന് തന്നെ ആ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ്.